ശ്രീലേഖ IPS മാഡം ഉടനെ തന്നെ ശാസ്തമംഗലം കൗൺസിലർ സ്ഥാനം രാജിവെക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. മേയറാക്കും എന്ന വാഗ്ദാനം നൽകി മേയറാക്കാം എന്ന വാഗ്ദാനം നൽകി തന്നെ മത്സര രംഗത്ത് BJP കെട്ടിയിറക്കി. ജയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വെറും കൗൺസിലറായി മൂലക്കിരുത്തി. തനിക്ക് ഇരുന്ന് പ്രവർത്തിക്കാൻ ഒരു ഓഫീസ് പോലും ഇല്ലാതെയായി. നിലവിലെ MLA VK പ്രശാന്ത്, വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് കൊമ്പ് കോർത്ത് ആ ഓഫീസ് സ്വന്തമാക്കിയത് പോലും പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അനവസരത്തിലുണ്ടാക്കിയ വിവാദമാണെന്ന് പറഞ്ഞ ശ്രീലേഖയെ BJP താറടിച്ചു. ഒരിക്കലും അങ്ങനെ ഒരു വിവാദത്തിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നില്ല എന്ന വിമർശനം ശ്രീലേഖയ്ക്ക് ഇരുട്ടടി പോലെയായി. രണ്ടാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നു. അന്ന് മൂലയ്ക്ക് ഒതുക്കി നിർത്തി. ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കാനോ ഒന്ന് നമസ്തേ പറയാനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും തയ്യാറായില്ല. ഇത്രയും വലിയ ആളായിരുന്നില്ലേ? DGP ആയിരുന്നില്ലേ? IPS ഉദ്യോഗസ്ഥയായിരുന്നില്ലേ? ഇങ്ങനെ ഒരു ചെറിയ ഏഴാംകൂലി കൗൺസിലറാക്കി 10,000 രൂപയ്ക്ക് താഴെ മാത്രം പ്രതിമാസ ഓണറേറിയം ലഭിക്കുന്ന ഒരാളാക്കി മാറ്റി ഇങ്ങനെ ഇരുത്തിയത് ശരിയാണോ എന്ന് BJP നേതൃത്വം ചിന്തിക്കണ്ടേ? ശ്രീലേഖ മാഡം അത് ഒരു അഭിമുഖകാരനോട് ഒരു ഓൺലൈൻ മാധ്യമം അഭിമുഖത്തിനെത്തിയപ്പോൾ അത് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. കേന്ദ്ര നേതൃത്വം ഒന്ന് തീരുമാനിച്ചാൽ പോടാ പുല്ലേ എന്ന സുരേഷ് ഗോപി ഡയലോഗ് പറഞ്ഞ് ഇറങ്ങി പോകാൻ കഴിയുമോ എന്നാണ് ശ്രീലേഖ മാഡം ചോദിച്ചത്. എന്നിട്ട് അവർ തന്നെ വിളിച്ചു പറഞ്ഞു, എന്നെ മേയറാക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഈ ഏടാകൂടത്തിലോട്ട് വിളിച്ചുകൊണ്ടുവന്നത്. ഞാൻ ഈ സംഘപരിവാർ ശക്തികളെ നഖശികാന്തം എതിർക്കുന്ന വ്യക്തിയായിരുന്നു. എന്റെ ഭർത്താവിനെ ഈ സംഘപരിവാറുകാർ വധിക്കാൻ ശ്രമിച്ചതാണ്. ഇതൊക്കെ ഞാൻ പല ആവർത്തി പറഞ്ഞതാണ്. എന്നെ ഈ സംഘപരിവാറിലേക്ക് BJPയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നത് എനിക്ക് മോഹനസുന്ദരങ്ങളായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ്. എന്നെ ഗവർണറാക്കാം, രാജ്യസഭ MP ആക്കി, കേന്ദ്രമന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് തന്നത് വെറും കൗൺസിലർ സ്ഥാനം. ഇങ്ങനെ സ്വയം വിമർശനവും പാർട്ടിയെ വിമർശിക്കാനും ശ്രീലേഖ തുടങ്ങിയപ്പോൾ ശ്രീലേഖയെ ഒതുക്കുക അല്ലെങ്കിൽ അവരുടെ നാവടപ്പിക്കുക എന്നത് BJPയുടെ ഉത്തരവാദിത്തമായി മാറി, അല്ലെങ്കിൽ അവരുടെ ദൗത്യമായിട്ട് മാറി. അതുകൊണ്ട് ശ്രീലേഖ മാഡത്തെ അവർ ഒരു മൂലയ്ക്ക് അങ്ങ് കൊണ്ടിരുത്തി. ഒരു നേതാക്കളെയും പരിചയപ്പെടുത്താതിരിക്കുക, നേതാക്കൾ വന്നാൽ ഒഴിവാക്കി വിടുക, അതൊക്കെയായി BJPയുടെ ശീലം. ഒടുവിലിതാ BJP കൗൺസിലർമാർക്ക് ഗവർണർ ചായ സൽക്കാരം നടത്തി. അവിടെയും ശ്രീലേഖ മാഡം പോയില്ല. അല്ലാതെ വേണമെങ്കിൽ ഗവർണറെ പോയി കാണാം. മുൻ IPS കാരി എന്ന പദവി വെച്ച് ഞാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ പോയി കാണും. പക്ഷേ BJP കൗൺസിലർമാർക്കുള്ള ചായ കൂടി പരിപാടിയിലൊന്നും എന്നെ കിട്ടില്ല. അവിടെയും പിണങ്ങി നിന്നു. ഇപ്പോഴിതാ കേന്ദ്രം വിളിക്കുന്നു, ഡൽഹിയിലേക്ക് വിളിക്കുകയാണ്. തിരുവനന്തപുരത്ത് വലിയ വിജയമാണ് നിങ്ങൾ നേടിത്തന്നത്. BJPക്ക് നേടിയത് വലിയ വിജയമാണ്. നഗരസഭ പിടിച്ചു. ഇനിയിപ്പോഴിതാ 10-35 സീറ്റ് ലഭിക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിനുള്ള വികസന മന്ത്രങ്ങളും വികസന യന്ത്രവും പ്രവർത്തിപ്പിച്ചു തുടങ്ങി. ശ്രീലേഖ മാഡം ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിലേക്ക് വരണം, നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാൻ പോവുകയാണെന്ന് കേന്ദ്ര നേതൃത്വം പറഞ്ഞു. ഒരുപക്ഷെ നരേന്ദ്രമോദിയും അമിത്ഷാജിയും ഒക്കെ അവിടെ ഉണ്ടാകും, ഇവരെ സ്വീകരിക്കാനും ആദരിക്കാനും. അവിടേക്കും ശ്രീലേഖ മാഡം ഇല്ല. ഞാൻ വരുന്നില്ല, നിങ്ങളുടെ കൗൺസിലർമാരുടെ ഒരു പരിപാടിക്കും ഞാനില്ല. എന്തിന് മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന VV രാജേഷിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടയിൽ വരെ ഇറങ്ങിപ്പൊക്കളഞ്ഞു. ഇപ്പോൾ പറയുന്ന ഒരു ന്യായീകരണം സ്വാഭാവികമായും ശരിയാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണം. ശ്രീലേഖ മാഡത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ്, അടുത്ത ആള് വേണം, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നാണ് കാരണം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല ശ്രീലേഖ മാഡം വരാതിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാക്കൾ പോലും പറയുന്നത്. കാരണം ഈ 50 പേരെയും കൊണ്ട് തീവണ്ടിയിലാണ് പോകുന്നത്. ട്രെയിൻ യാത്രയാണ്. ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ ഒരു 3 ദിവസം എടുക്കും ഡൽഹിയിൽ എത്തിച്ചേരാൻ. ഈ 3 ദിവസം ട്രെയിനിനകത്തിരുന്ന് മുഷിയാണെന്നും എന്നെ കിട്ടില്ല. അതും വെറും ലോക്കൽ കൗൺസിലർമാരോടൊപ്പം. വെറുതെ മുദ്രാവാക്യം വിളിച്ചും കൊടി പിടിച്ചും ലാത്തിച്ചാർജ് ഏറ്റും ജലപീരങ്കി ഏറ്റും ഒക്കെ കൗൺസിലർമാരായ ആളുകൾക്കൊപ്പം ഞാൻ അങ്ങനെ വരും? ഞാനൊരു IPS കാരിയല്ലേ? എന്നെ വിമാനത്തിൽ കൊണ്ടുപോകണ്ടേ? എനിക്കൊരു വിമാന ടിക്കറ്റ് തരപ്പെടുത്തി തരാൻ പോലും സംസ്ഥാന BJP നേതൃത്വത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെ പോകും? അതുകൊണ്ടാണ് ഈ മാഡം അങ്ങോട്ട് പോകാത്തത് എന്നാണ് BJPയുടെ അകത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. വിമാന ടിക്കറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ വരാൻ കഴിഞ്ഞേനെ, ഇതിപ്പോ 3 ദിവസം ട്രെയിനിൽ വരാൻ വയ്യ എന്നായിരുന്നു ഇവരുടെ മറുപടി എന്നാണ് BJPക്കാർ തന്നെ പറയുന്നത്. അങ്ങനെ ഡൽഹിയിലെ സ്വീകരണ യോഗത്തിലേക്കും ഇവർ പോകുന്നില്ല. ഇനിയിപ്പോ ആ സമയത്ത് ഇറങ്ങി തിരിച്ച് വിമാനത്തിൽ കയറി ഡൽഹിയിൽ എത്തിക്കൂടാ എന്നില്ല. വിമാനത്തിൽ സ്വന്തം കാശ് ചെലവാക്കി ഇനിയിപ്പോ പാർട്ടിക്കാർ പറയും, അയ്യോ മാഡം ഇങ്ങനെ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്, മാഡം വരണം,
മാഡത്തിന് വിമാന ടിക്കറ്റ് തരാം എന്നൊക്കെ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർജി ശ്രീലേഖ മാഡത്തെ ഡൽഹിയിൽ എത്തിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും നിലവിൽ ഡൽഹിയിലെ സ്വീകരണ ചടങ്ങിലും ശ്രീലേഖ മാഡം പങ്കെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ ഒരുപക്ഷെ കൗൺസിലർ സ്ഥാനം രാജിവെച്ച് ഒഴിയും, BJP-യിലെ അംഗത്വവും ഒഴിയും. കാരണം മറ്റൊന്നുമല്ല, വലിയ അധികാരം ലഭിക്കുമെന്ന മോഹത്തോടെ ആശയോടുകൂടി വന്നിട്ട് ആശാനാഥ് ഡെപ്യൂട്ടി മേയറുമായി, VV രാജേഷ് മേയറുമായി, താനിതാ വെറും 7ാം കൂലി ആയിട്ട് ഇവിടെ കൗൺസിലറായിട്ടിരിക്കുന്നു, അതെനിക്ക് വയ്യ, മടുത്തു എന്ന് പറഞ്ഞ് രാജിവെക്കുമെന്നാണ് BJP ആളുകൾ പ്രതീക്ഷിക്കുന്നത്. BJP അണികളും പ്രതീക്ഷിക്കുന്നത് അതാണ്. മറ്റൊന്നുമല്ല, ശാസ്തമംഗലത്ത് കൗൺസിലർ ഉണ്ടായിട്ട് എന്ത് കാര്യം? ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് കിട്ടണ്ടേ? ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും വസ്തു കരന്തീർക്കുക അങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കൗൺസിലർ പോയി കണ്ടു കഴിഞ്ഞാൽ ഇവരെ കിട്ടണ്ടേ? ഇവർക്ക് പാവങ്ങളെ കണ്ടാൽ പുച്ഛമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പാവങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും വരില്ല. വല്ല ഉന്നതന്മാരും എത്തിക്കഴിഞ്ഞാൽ IPS കേഡറിൽ IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ കെൽപ്പും വമ്പും കൊമ്പും ഒക്കെ ഉള്ള ആരെങ്കിലും വന്നാൽ അവരെ സഹായിക്കാൻ തയ്യാറാണ്. അല്ലാത്ത ആളുകളോട് മിണ്ടാട്ടം പോലും ഇല്ലെന്നാണ് അണികൾ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ ഒരുപക്ഷെ രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹം BJP ജില്ലാ കമ്മിറ്റിയിലും BJP സംസ്ഥാന നേതൃത്വത്തിനിടയിലും ചർച്ചയാകുന്നു.